ഇന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇറ്റ്സ് അബൌട്ട് എ ഡിസൈപ്പിൾ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തയേശുവിൽ ഒരു ശിഷ്യൻ എന്നുള്ള തലക്കെട്ടിലാണ് ഇന്നത്തെ ചിന്തയ്ക്കായി ധ്യാനത്തിനായി ഞാൻ ആഗ്രഹിക്കുന്നത്. വാക്യം വായിക്കുന്നതിൻ്റെ മുൻപേ തന്നെ ഞാൻ ആക്ച്വലി വായിക്കുന്ന വാക്യം വെരി ഇൻറ്റൻസ്, എക്സ്ട്രീംലി ഇൻറ്റൻസ് വാക്യമാണ്. ഇന്ന് രാവിലെ ഐ ഡോണ്ട് നോ ഹൗ മെനി hours ഐ സ്പെൻഡ്. ഇന്ന് ഞാൻ എടുക്കുന്ന വചനഭാഗം അതുപോലെ ഇൻറ്റൻസ്, എത്രത്തോളം എനിക്ക് മീനിങ് അർത്ഥവത്തായിട്ട് അത് കൈമാറാൻ സാധിക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് സഹായിച്ചില്ലെങ്കിൽ സാധിക്കുകയില്ല. എബ്രായ ലേഖനത്തിൽ നിന്നാണ് ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും അവിടെ വരുന്നതിന് മുൻപേ സം ഓഫ് us മേ ബി വെരി ന്യൂ ടു ദ കൺസെപ്റ്റ്. ഒരു 95% ആൾക്കാരും ഞാൻ പറയുന്ന ആശയങ്ങൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഐ ബി വെരി ക്വിക്ക്. എങ്കിലും ഞാൻ പറയുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയണമെങ്കിൽ യു മസ്റ്റ് ഗോ വിത്ത് മീ. അതുകൊണ്ട് പ്രത്യേകിച്ചും ഈ ആശയങ്ങൾ കേട്ടിട്ടില്ലാത്തവർ ബി വെരി വെരി ഷാർപ്പ് ടു ലിസൺ. ശ്രദ്ധിച്ച് കേൾക്കണം. കാര്യം ഞാൻ പറയാൻ പോകുന്ന ആശയങ്ങൾ ഒട്ടും എക്സ്പ്ലനേഷൻ ഇല്ലാതെ ഞങ്ങൾ കഴിഞ്ഞ 6 മാസം, ഒരു വർഷമായിട്ട് ചിന്തിച്ചു വരുന്ന, മേ ബി മോർ ദാൻ ദാറ്റ്. കാര്യം 2023 നവംബറിലാണ് ആദ്യമായിട്ട് ഈ ഒരു വെളിപ്പാട്, വചന വെളിപ്പാട് എൻ്റെ അകത്ത് വരുന്നത്. ആ വചന വെളിപ്പാടിൻ്റെ അകത്ത് വന്ന് എങ്ങനെ അത് എന്താ പറയുന്നത്, ഹൗ ടു അതെങ്ങനെയാണത് കറക്റ്റായിട്ട് വിവേചിച്ച് അത് ശുശ്രൂഷിക്കേണ്ടത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവദാസൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഒരു പ്രത്യേക മീറ്റിംഗ് ഉണ്ട്, വരാമോ എന്ന് ചോദിച്ചു. പ്രസംഗിക്കാനല്ല, അറ്റൻഡ് ചെയ്യാൻ. അത് ഹൈ ഇമ്പാക്ട് ചർച്ചസിൻ്റെ പാസ്റ്റേഴ്സിന് വേണ്ടി മാത്രമുള്ളതാണ്. എവറിത്തിങ് ഇസ് സ്പോൺസർഡ്. ടിക്കറ്റ് മുതൽ ഹോട്ടൽ അക്കോമഡേഷൻ മുതൽ ആഹാരം മുതൽ എവറിത്തിങ് സ്പോൺസർഡ്. ക്യാൻ യു കം? എവിടെയാ? ദുബായിലാണ്. 3 ദിവസത്തേക്ക്. സോ 3 ദിവസത്തേക്ക് ഞങ്ങൾ ദുബായിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അൺബിലീവബിളി എന്നെ ഏത് വെളിപ്പാട്, വചന വെളിപ്പാട് ദൈവം ഏൽപ്പിച്ചോ അതിനെ കുറിക്കുന്ന ഒരു ഡീപ്പ് ആശയം ഞാനതിവിടെ അക്നോളജ് ചെയ്തു. ഞാൻ ഇതെങ്ങും എൻ്റെ ആശയമാണെന്ന് പറഞ്ഞ് അവതരിപ്പിച്ചില്ല. എന്നെ ദൈവം ഏൽപ്പിച്ച ആശയങ്ങൾ, വെളിപ്പാടുകൾ വ്യക്തമായി അത് പറയുകയും ഞാൻ കേട്ട ആശയങ്ങൾ പാസ്റ്റർ ഡേവിഡ് ഹോൾഡൻ എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ ആശയങ്ങളാണ് എന്ന് പറഞ്ഞ് ഞാനിവിടെ പറയുകയും ചെയ്തു. അതിൻ്റെ അകത്ത് വന്ന ആശയം ഇതായിരുന്നു. ഒന്ന്, ഹൂ ഇസ് എ ഡിസൈപ്പിൾ? എ ഡിസൈപ്പിൾ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഒരു ശിഷ്യൻ എന്നാണ് ഇന്ന് എൻ്റെ മെസ്സേജിൻ്റെ തലക്കെട്ട്. എങ്കിലും ആദ്യമേ ഹൂ ഇസ് എ ഡിസൈപ്പിൾ? ശിഷ്യൻ എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ശിഷ്യനാണ്. കർത്താവിലായെന്നല്ല, ക്രിസ്തുവിലായെന്നല്ല. എ ഡിസൈപ്പിൾ, ഹൂ ഇസ് എ ഡിസൈപ്പിൾ? റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ വെളിച്ചത്തിൽ ശിഷ്യൻ ആരാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. അതിൻ്റെ കീ പോയിന്റ്സ് മാത്രം ഓർത്തിരിക്കുവാൻ വേണ്ടി മാത്രം, മെസ്സേജ് ഗ്രഹിക്കുവാൻ വേണ്ടി മാത്രം, ക്രിസ്തുവിൽ ഒരു ശിഷ്യൻ ആരാണ് എന്ന് ഗ്രഹിക്കുവാൻ വേണ്ടി മാത്രം ഐ ജസ്റ്റ് വാണ്ട് ടു ബ്രഷ് ഇറ്റ് അപ്പ് അഗൈൻ. വീണ്ടും നിങ്ങളുടെ മുൻപിൽ അത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായത്തിൽ അതുകൊണ്ട് സഹോദരന്മാരെ, therefore brethren, അതുകൊണ്ട് 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെയുള്ള ഒരു നീണ്ട ആശയം പറഞ്ഞതിന് ശേഷം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ, അല്ലാതെ 11-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം വായിച്ചതിന് ശേഷം അതുകൊണ്ട് സഹോദരന്മാരെ എന്നല്ല, പകരം റോമാലേഖനം 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെ 11 ലോങ് ചാപ്റ്റേഴ്സ് വായിച്ചതിന് ശേഷം അത്രയും ആശയങ്ങൾ മനസ്സിലായെങ്കിൽ അതുകൊണ്ട് സഹോദരന്മാരെ, therefore brethren, നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യണം. 12-ാം അധ്യായത്തിൽ 13-ാം അധ്യായം മുതൽ അഗൈൻ ദ ഷിഫ്റ്റ് ഹാപ്പൻസ്. പക്ഷേ 12-ാം അധ്യായത്തിൽ വെരി പ്രൊളിഫിക്, എക്സെപ്ഷണൽ, ഹൈ പ്രൊഫൈൽ ഇല്ലസ്ട്രേഷൻ ഓഫ് ഹൂ എ ഡിസൈപ്പിൾ ഈസ്. ഒരു ശിഷ്യൻ ആരാണ് എന്ന ശക്തമായൊരു പ്രദർശനമുണ്ട്. 5 കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കാൻ. ഇന്ന് രാവിലെ ഞാനത് ലിസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചപ്പോൾ ഐ വാസ് ലൈക്ക് ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൾട്ട് ടു റിമെമ്പർ. സോ ഐ ഹാഡ് ടു ഗോ ത്രൂ ദ സെയിം ആക്ഷൻ. ആ ആക്ഷൻസ് വീണ്ടും ഞാൻ I had to do it myself to remind myself. അത് ഓർത്തെടുക്കുവാൻ വീണ്ടും ഞാൻ ആക്ഷൻസ് ചെയ്യേണ്ടി വന്നു. ലെറ്റ് മീ ആസ്ക് യു, 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കണോ? 3 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കണോ? 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കണോ? അന്ന് ഞാൻ പറഞ്ഞത് പാസ്റ്റർ ഡേവിഡ് ഹോൾഡൻ്റെ വാക്കനുസരിച്ച് 1-ാമത്തെ കാര്യം, അന്ന് ചെയ്തവരും അന്ന് ചെയ്യാത്തവരും പ്ലീസ് ഗോ വിത്ത് മീ. വീണ്ടും എന്നോട് ചേർന്ന് ഇത് ആവർത്തിക്കണം. ഇൻഡെക്സ് ഫിംഗർ മുകളിലോട്ട് ഉയർത്തിയാട്ട്. All of you, everyone. It's not a classroom, I respect you, but please do that. നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. ഇന്ന് രാവിലെ ഞാൻ മറന്നപ്പോൾ ഇത് ചെയ്തിട്ട് ഞാൻ ഓർത്തത്. 1, it says surrendered unto God. ദൈവത്തിന് കീഴടങ്ങിയവർ. Please repeat after me, surrendered unto God. Thank you. ദീർഘ ആശയങ്ങൾ, എനിക്കൊന്നും പല ആഴ്ചകൾ എടുത്ത് സെറൻഡറിൻ്റെ, കീഴടങ്ങുന്നതിൻ്റെ വ്യത്യസ്ത വശങ്ങൾ. മോശ, ശമൂവേൽ, because of pain he couldn't surrender because of pain. Shamuel, he couldn't surrender because of ignorance. പലരുടെ ജീവിതത്തിൽ ഷൗൽ മറുതലിച്ചു നിന്നതുകൊണ്ട് വ്യത്യസ്ത രീതികളിൽ സെറണ്ടർ ചെയ്യാൻ കഴിയാത്തവർ. സെറണ്ടർ ചെയ്തതിൻ്റെ പല ആശയങ്ങൾ. കമ്മിറ്റ്മെൻറ്റ്, സെറണ്ടർ, കമ്മിറ്റ്മെൻറ്റ്, ഡെഡിക്കേഷൻ, കോൺസിക്രേഷൻ,
സബ്മിഷൻ, 5 പ്രധാനപ്പെട്ട വാക്കുകൾ നമ്മൾ ചിന്തിച്ചു. അതിനെക്കുറിച്ച് റിയലി പഠിക്കണം എന്നുള്ളവർ വെബ്സൈറ്റിൽ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. പ്ലീസ് ഗോ ബാക്ക് ആൻഡ് ലിസൺ ടു ദാറ്റ്. 5 പ്രധാനപ്പെട്ട ആശയങ്ങൾ അവിടെ തന്നെ ചിന്തിച്ചു. നമ്പർ 1, സെറൻഡേർഡ് അൺടു ഗോഡ്. ഒരു ശിഷ്യൻ ദൈവത്തിന് കീഴടങ്ങിയവനായിരിക്കും. ദൈവത്തിന് കീഴടങ്ങാത്ത ഒരു വ്യക്തിക്ക് ശിഷ്യനാകുവാൻ സാധിക്കുകയില്ല. ലെറ്റ് മീ നോട്ട് ഗെറ്റ് ഇൻ ടു ദാറ്റ് മോർ. രണ്ടാമത്തേത്, ഇഫ് യു റിമെമ്പർ, ഡു ദിസ് ഫോർ മീ പ്ലീസ്. ഡു ദിസ് ചെയ്താട്ട്, ഇങ്ങനെ ചെയ്താട്ട്. ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഡോണ്ട് ഡു ദിസ്. 2 ആൻഡ് റിപ്പീറ്റ് ആഫ്റ്റർ മീ. എന്നോട് ചേർന്ന് പറഞ്ഞാട്ട്, സെപ്പറേറ്റഡ് അൺടു ഗാഡ്. താങ്ക് യു. ശിഷ്യന്റെ രണ്ടാമത്തെ പ്രത്യേകത, ഞാൻ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് ഡേവിഡ് ഹോൾഡൻ പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ എളുപ്പമാണ് 2 എന്ന് കാണിക്കാൻ. പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഒരു ചെറിയ പ്രഷറുണ്ട്, ഒരു ചെറിയ വേദനയുണ്ട്. ആ വേദന അനുഭവിച്ചുകൊണ്ട് പറയണേ, സെപ്പറേറ്റഡ് അൺടു ഗോഡ്. ദൈവത്തിനു വേണ്ടി വേർതിരിഞ്ഞവരാണ് നമ്മൾ. ശദ്രക്, മേശക്, അബേദ്നേഗോവിൻ്റെ കഥ, ദാനിയേലിൻ്റെ കഥ ഒക്കെ എടുത്ത് ഞങ്ങളുടെ ശരീരം, ഞങ്ങളുടെ ജീവിതം ദൈവത്തിന് വിശുദ്ധമായിരിക്കും. വില മുടക്കി നിൽക്കുവാൻ ദൈവത്തിനു വേണ്ടി വേർതിരിഞ്ഞവർക്ക് മാത്രമേ ശിഷ്യനാകുവാൻ സാധിക്കുകയുള്ളൂ. അതിന് വില മുടക്കേണ്ടി വരും, വേദന സഹിക്കേണ്ടി വരും. ദർ ഇസ് എ പ്രഷർ, ദർ ഇസ് എ പെയിൻ. ആ വേദന സഹിച്ചെങ്കിൽ മാത്രമേ ശിഷ്യത്വത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് കടക്കുവാൻ സാധിക്കുകയുള്ളൂ. മെനി ഓഫ് us are actually not disciples. We may be lovers of the Lord Jesus. യേശുവിനെ സ്നേഹിക്കുന്നവരായിരിക്കും. ചിലർ യേശുവിനെ സ്നേഹിക്കുന്നവരാണ്. പളനി ബ്രദർ ഇവിടെ 31st December നൈറ്റ് ഇവിടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞത്, താൻ വിശ്വാസത്തിൽ വരുന്നതിന് മുൻപേ, താൻ അവിശ്വാസിയായിരിക്കുമ്പോൾ യേശുവിനോട് തനിക്ക് സ്നേഹമില്ലെന്ന് മാത്രമല്ല, he actually despised the Lord Jesus. യേശുവിനോട് തനിക്കൊരു അറപ്പോ അകൽച്ച, whatever you call it, തനിക്ക് യേശുവിനോട് സ്നേഹമില്ലായിരുന്നു. താൻ അതിന് പറഞ്ഞ കാര്യം, ഈ റോമൻ പടയാളികൾ പിടിച്ച് കുരിശിക്കാൻ നേരം തിരിച്ച് 4 തല്ലുകൊടുത്ത് രക്ഷപ്പെടാൻ കഴിയാത്ത ഈ യേശു, തന്നെത്താൻ രക്ഷിക്കാൻ, ക്രൂശിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാത്ത ഈ യേശു ആ പറയുന്നത്, ഞാൻ ദൈവമാണ്, ഞാൻ നിന്നെ വിടുവിക്കാമെന്ന്. എനിക്കങ്ങനെ ഒരു ദൈവത്തെ വേണ്ട. There are many people who don't love the Lord Jesus. നമ്മൾ യേശുവിനെ സ്നേഹിക്കുവാൻ നമ്മൾക്ക് ലഭിച്ച പദവി ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമാണ്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് റാഷണൽ, ബുദ്ധിയോ യുക്തിയോ നമ്മളുടെ പ്രത്യേക ഒരു ഗുണവുമല്ല. ദൈവം നമ്മൾക്ക് തന്ന അനുഗ്രഹം മാത്രമാണ്. സോ താങ്ക് ദ ലോർഡ് ഫോർ ഗിവിങ് us the love of God. ദൈവസ്നേഹം നമ്മളുടെ ഉള്ളിൽ പകർന്നു. നമ്മൾ ദൈവത്തെ സ്നേഹിച്ചെന്നല്ല, we love him because he first loved us. നമ്മളെ സ്നേഹിച്ചു, ആ ദൈവസ്നേഹം നമ്മളുടെ ഉള്ളിലേക്ക് പകർന്നു. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയാണ്. Simple as that. That's what the Bible teaches. Now, അവിടെ മുതൽ we have to go to the next level. ദൈവത്തെ സ്നേഹിച്ചാൽ മാത്രം പോരാ. ദൈവത്തെ സ്നേഹിക്കുന്നവർ അടുത്ത ലെവലിൽ വരുമ്പോൾ you have to believe in him. യേശു പല പ്രാവശ്യം പറഞ്ഞു, believe in me. എന്നിൽ വിശ്വസിക്കുക. എന്തോ വിശ്വസിക്കുന്നത്? പല കാര്യങ്ങൾ വിശ്വസിക്കാൻ സാധിക്കും. തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യേശുവിൽ വിശ്വസിക്കാൻ സാധിക്കും. പലർക്കും സാധിക്കത്തില്ല. He was a good man. I like him. യേശു നല്ല മനുഷ്യനായിരുന്നു. ഒത്തിരി പേർക്ക് നല്ല സഹായമൊക്കെ ചെയ്തു. ഐ ലൈക്ക് ഹിം. പക്ഷെ ഡു യു ബിലീവ് ഹിം? ഹിസ്റ്റോറിക്കൽ പേഴ്സൺ, നല്ല ചരിത്രപരമായ ഒരു മനുഷ്യൻ. ഇന്നലെ ഞാൻ ബെൻ ഷപ്പിയോൺ എന്ന പേരുള്ളൊരു യഹൂദൻ്റെ ഒരു ഡിബേറ്റ് കാണുകയായിരുന്നു. ഒരു ഭയങ്കര ഇൻ്റലക്ച്വൽ ഒരാളാണ്, ഒരു യഹൂദനാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് ജീസസ് വാസ് ജസ്റ്റ് അനദർ മാൻ, മറ്റൊരു മനുഷ്യനായിരുന്നു. മറ്റാതെ യേശുവിന് പ്രത്യേക ഡിവിനിറ്റി ഒന്നുമില്ലായിരുന്നു. യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്, ചമച്ചെടുത്ത കഥയൊന്നുമല്ല. ഇറ്റ്സ് നോട്ട് ഫിഗ്മെന്റ് ഓഫ് ഇമാജിനേഷൻ. ഹിസ്റ്റോറിക്കൽ പേഴ്സൺ. ഐ ബിലീവ് ഹി ലിവ്ഡ്. പക്ഷേ ആസ് ദി സ്ക്രിപ്ചേഴ്സ് സേ, തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, കർത്താവായ യേശു പറഞ്ഞു, തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. He who believes in me, even as the scriptures have told, out of his belly shall flow rivers of living water. നമ്മൾ വാസ്തവത്തിൽ സ്ക്രിപ്ചേഴ്സ്, തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്. മെനി ഓഫ് us are very close. പക്ഷേ തിരുവെഴുത്തുകളിൽ പറയുന്നത് പോലെ യേശുവിൽ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, അപ്പം നമ്മൾ വിശ്വാസികളാകുന്നുള്ളൂ. വിശ്വാസികളെ കൊണ്ടുപോകാനല്ല കർത്താവ് വരുന്നത്. There are many who believe. You will see the miracles. വിശ്വസിച്ചാൽ നീ അത്ഭുതം കാണും. അത് അത്രേ ഉള്ളൂ. അല്ലാതെ വിശ്വസിച്ചാൽ നീ ദൈവരാജ്യത്തിൽ പോലും കടക്കത്തില്ല. വിശ്വസിച്ചാൽ നീ അത്ഭുതം കാണും. അത് മാത്രമേ ക്വാളിഫിക്കേഷൻ ഉള്ളൂ. വിശ്വാസി എന്ന് വിളിക്കുന്നത് ഇറ്റ്സ് നോട്ട് അൾട്ടിമേറ്റ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതല്ല. വിശ്വസിക്കണം, ബട്ട് ദാറ്റ് ഇസ് നോട്ട് ദി ഫൈനൽ തിങ്. Now, അവിടെ നിന്ന് we grow up to be followers of the Lord Jesus. യേശുവിനെ അനുഗമിക്കുന്നവരാകണം. And let me tell you, നമ്മളിൽ പലരും യേശുവിനെ അനുഗമിക്കുന്നവരല്ല. നമ്മളെ തന്നെ അങ്ങനെ പറഞ്ഞ് ധരിപ്പിച്ചാലും we are not people who follow the Lord Jesus. കാര്യം കർത്താവായ യേശു വളരെ ശക്തമായി പറഞ്ഞു, if you want to follow me, എന്നെ അനുഗമിക്കുന്നെങ്കിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം. 1, deny yourself, നിന്നെ തന്നെ ത്യജിക്കണം. 2, take up your cross and follow me. ഈ 2 കാര്യങ്ങൾ ചെയ്യാത്തിടത്തോളം we may be good believers but we are not followers. നമ്മൾ വിശ്വാസികളായിരിക്കും, പക്ഷേ യേശുവിനെ അനുഗമിക്കുന്നവരല്ല. യേശുവിനെ അനുഗമിക്കുന്നവരായി മാറുവാൻ, number 1, deny yourself.
ഡിനൈ യുവർ സെൽഫ്, നിന്നെ തന്നെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അർത്ഥം നമ്മൾക്ക് ആവശ്യങ്ങളോ ഇഷ്ടങ്ങളോ നമ്മളുടെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ലെന്നോ. നോ, ദ ലോർഡ് ജീസസ് ഹിംസെൽഫ് prayed a prayer that is exactly against the will of God. ദൈവത്തിൻ്റെ തിരുഹിതത്തിന് വിരോധമായി തന്നെ യേശു അസാധാരണ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും മാറ്റിക്കളയണം, നീങ്ങിപ്പോകണം. മൈ ഗുഡ്നസ്, യുഗങ്ങളുടെ ദൈവത്തിൻ്റെ നിത്യതയിൽ നിന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരോധമായിട്ടുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. ബട്ട് ലോർഡ് ജീസസ് had the audacity to pray that prayer. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാനുള്ള തൻ്റെ ഇടം കർത്താവിനുണ്ടായിരുന്നു. അത് തെറ്റാന്നെങ്ങും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ അത് കഴിയുമ്പോൾ there's a rider. അത് കഴിയുമ്പോൾ denial of self. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഹിതം നടക്കണം. ഇന്ന് എന്നോട് സൺഡേ സ്കൂളിൽ ചോദിച്ച ഒരു ചോദ്യം ഇതാ, ഞങ്ങൾക്ക് പല കാര്യങ്ങൾ ചോദിക്കണം എന്നുണ്ട്. Are we authorized to ask? You can pray for anything. എന്നോട് ചോദിച്ചു, what about big houses? What about big cars? ഞാൻ പറഞ്ഞു, pray for anything. പക്ഷേ ഒരു കാര്യം, ലോകം തരുന്നതൊന്നും എനിക്ക് വേണ്ട. ഞാൻ എന്നെ തന്നെ ത്യജിച്ചവനാ. ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് വരുന്നത് മാത്രം എനിക്ക് മതി. If you can pray that prayer, you are a really a person who follows the Lord Jesus. കർത്താവേ, ജോലി, വീട്, ആവശ്യങ്ങൾ, ഇതെല്ലാം റിയാലിറ്റി ഓഫ് ലൈഫ്, ആവശ്യമാണ്. ഇതെല്ലാം ചോദിക്കാം. മേ ബി തിങ്സ് ദാറ്റ് ആർ ബിഗർ, മറ്റൊരു വ്യക്തിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതിനേക്കാൾ അധികം ഞാൻ ചോദിച്ചെന്നിരിക്കും. അത് ദൈവം ശിക്ഷിക്കുമോ? ദൈവം ശിക്ഷിക്കത്തില്ല. പ്രൊവൈഡഡ് യു ആർ എ follower of the Lord Jesus. Number 1, deny yourself. നിന്നെ തന്നെ ത്യജിക്കണം. കർത്താവേ, എനിക്ക് വസ്ത്രം, ആഹാരം, വീട്, നല്ല ജോലി, പ്രൊമോഷൻ, ഉയർച്ച, മാന്യത, എനിക്ക് പലതും ആവശ്യമുണ്ട്, എനിക്ക് തരണം എന്ന് ചോദിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. കാര്യം ബൈബിൾ പറയുന്നു, നിങ്ങൾ ചോദിക്കാത്തതും കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. യു ഡു നോട്ട് ഹാവ് ബിക്കോസ് യു ഡു നോട്ട് ആസ്ക്. ചോദിക്കണം, ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ അത് കഴിയുമ്പോൾ ഇഫ് യു ആർ എ ബിലീവർ, അവിടെ കൊണ്ട് നിർത്തും. ഐ ബിലീവ് ഐ ഹാവ് റിസീവ്ഡ് വാട്ട് ഐ ഹാവ് ആസ്ക്ഡ് ഫോർ. ഞാൻ ചോദിച്ചത് ഞാൻ പ്രാപിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യു ആർ എ ബിലീവർ. പക്ഷേ എ ഫോളോവർ ഓഫ് ദ ലോർഡ് ജീസസ് അവിടെ കൊണ്ട് പ്രാർത്ഥന നിർത്തത്തില്ല. അടുത്തൊരു സ്റ്റെപ്പും കൂടെ പ്രാർത്ഥിക്കും. ഇവർ കർത്താവേ, ഇതെനിക്ക് ആവശ്യമാണ്. ദൈവഹിതത്തിന് വിപരീതമായിട്ടുള്ള പ്രാർത്ഥനയാണെങ്കിൽ പോലും കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കിക്കളയണം. പക്ഷേ വാട്ട് ഇസ് ഡിനയൽ? സെൽഫ് ഡിനയൽ എന്ന് പറയുന്നത് ചോദിക്കരുതെന്നല്ല, പകരം ചോദിക്കുന്നതിനപ്പുറം, കർത്താവേ, എങ്കിലും ഐ ബിലീവ് മൈ വേർഡ്സ് ആർ ഹേർഡ്. എൻ്റെ വാക്കുകൾ ദൈവം കേൾക്കുന്നുവെന്നും അതിന് വ്യക്തമായി മറുപടി തരുന്നു എന്നും മനസ്സിലാക്കി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, കഴിയുമെങ്കിൽ ഇതെനിക്ക് വേണം, ബട്ട് നോട്ട് മൈ വിൽ, ലെറ്റ് ദൈൻ ബി ഡൺ. എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഹിതം നടക്കണം. ദാറ്റ് ഇസ് ഡിനയൽ ഓഫ് സെൽഫ്. Then you become, അതിൻ്റെ ക്രൂശ് എടുത്ത് നടക്കണം, അവനവൻ്റെ ക്രൂശ് എടുത്ത് നടക്കണം. Let me not dwell on that now. Now, followers ആയി കഴിഞ്ഞാലും you're not a part of the church. സഭയുടെ ഭാഗമാകണമെങ്കിൽ you have to be a disciple. ശിഷ്യന്മാർ മാത്രമേ സഭയുടെ ഭാഗമാകുന്നുള്ളൂ. അനുഗമിക്കുന്നവർ സഭയുടെ ഭാഗമാകുന്നില്ല. യേശുവിനെ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിച്ച് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച ഓരോ വ്യക്തികളോടും പറയട്ടെ, രക്ഷിക്കപ്പെടുന്ന നാളിൽ you become a child of God. You are born again. പക്ഷേ you are not a part of the church. You enter the kingdom. സഭയ്ക്കകത്തല്ല, ദൈവരാജ്യത്തിൽ വന്നു. സ്നാനപ്പെടുന്ന അന്ന് നമ്മൾ സഭയ്ക്കകത്ത് വരും. That is when the Lord counts you as a part of His body, as a part of the church. ഒരു കോൺഗ്രിഗേഷൻ, ഒരു കൂട്ടായ്മയുടെ ഭാഗമാകുകയല്ല, പകരം കർത്താവായ യേശുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായി തീരുന്നത് സ്നാനത്തോടെ നമ്മൾ ക്രിസ്തുവിനെ ധരിക്കുകയാണ്, ക്രിസ്തുവിനോട് ചേരുകയാണ്. അതാണ് സ്നാനം. So a disciple is a person who is joined with Christ. അങ്ങനെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു, 1, surrendered to God, ദൈവത്തിന് കീഴടങ്ങിയവർ. 2, separated unto God, ദൈവത്തിന് വേർതിരിഞ്ഞവർ. പലതിനും വേർതിരിഞ്ഞ പലരുമുണ്ട്. വേർതിരിഞ്ഞത് കൊണ്ടൊന്നും അർത്ഥമായില്ല, അതുകൊണ്ട് മാത്രമായില്ല. ചിലർ പറയും, ഹേ, ഈ ലോകത്തിൻ്റെ ഒന്നും എനിക്ക് വേണ്ട. ബട്ട് ആർ യു റിയലി ഷുവർ യു ആർ സെപ്പറേറ്റഡ് അൺടു ഗോഡ്? ദൈവത്തിന് വേണ്ടിയാണോ അതോ മറ്റു പല കാര്യങ്ങൾ, ഓർഗനൈസേഷന് വേണ്ടി, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, പേരിന് വേണ്ടി, മറ്റു പല കാര്യങ്ങൾ കൊണ്ടും പലതും ചെയ്യും. ആർ യു റിയലി സെപ്പറേറ്റഡ് അൺടു ഗോഡ്? സെപ്പറേറ്റഡ് എന്ന് മാത്രം പറയല്ല, വേർതിരിഞ്ഞവർ എന്ന് മാത്രം പറയല്ല. ശിഷ്യന്മാരുടെ രണ്ടാമത്തെ പ്രത്യേകത സെപ്പറേറ്റഡ് അൺടു ഗോഡ്. 1, സറണ്ടേർഡ് അൺടു ഗോഡ്, ദൈവത്തിന് കീഴടങ്ങിയവർ. 2, സെപ്പറേറ്റഡ് അൺടു ഗോഡ്, ലോകത്തിൽ നിന്ന് വേർതിരിഞ്ഞവരെന്നല്ല, ദൈവത്തിന് വേർതിരിഞ്ഞവർ. അവർ മാത്രമേ ശിഷ്യന്മാരാകുന്നുള്ളൂ. മൂന്നാമത്തേത്, പ്ലീസ് ഷോ ദിസ് 3 fingers, 3 വിരലുകൾ. Lay it on your heart, ഹൃദയത്തിലോട്ട് വെച്ചാണ്. And repeat after me. Sober evaluation of yourself. ഒരു വാക്കായിട്ട് പറയാം, sober evaluation of yourself.
അവരവരെ തന്നെ ശോധന ചെയ്യുന്നു. ഈ ഇംഗ്ലീഷിലുള്ള 5 വാക്കുകളും എസ് എന്നുള്ള ആൽഫബറ്റും കൊണ്ട് ആരംഭിക്കും. 1 സെറൻഡേഡ് അൺടു ഗാഡ്, 2 സെപ്പറേറ്റഡ് അൺടു ഗാഡ്, 3 സോബർ ഇവാലുവേഷൻ ഓഫ് യുവർ സെൽഫ്. റോമാലേഖനത്തിൽ പറയുന്നത് അതുകൊണ്ട് അവനവൻ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ അവനവന് ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ അളവിനനുസരിച്ച് തന്നെത്താൻ ശോധന ചെയ്ത് നോക്കണം. യു മസ്റ്റ് ഇവാലുവേറ്റ്. ആൻഡ് ദാറ്റ്സ് നോട്ട് ഓൺലി ഡ്യൂറിംഗ് ദ കമ്മ്യൂണിയൻ. കർത്തൃമേശയുടെ സമയത്ത് മാത്രമല്ല, നമ്മൾ ഓരോ ദിവസവും നമ്മളെ തന്നെ ശോധന ചെയ്യണം. ഇവാലുവേറ്റ് യുവർ സെൽഫ്. ശോധന ചെയ്യാത്തവരുണ്ടോ? യു മേ ബി എ ലവർ ഓഫ് ജീസസ്, യു മേ ബി എ ബിലീവർ ഇൻ ദ ലോർഡ് ജീസസ്, യു മേ ബി എ ഫോളോവർ, ബട്ട് യു ആർ നോട്ട് എ ഡിസൈപ്പിൾ. ശിഷ്യനാകണോ? എല്ലാ ദിവസവും അവരവരെ തന്നെ ശോധന. എൻ്റെ വാക്കുകൾ, എൻ്റെ വിചാരങ്ങൾ, എൻ്റെ പ്രവൃത്തികൾ, എവിടെ കുറവുകൾ വന്നു അവിടെ മാത്രമല്ല, എനിക്ക് അധികം എന്ത് ചെയ്യുവാൻ സാധിക്കും? കർത്താവേ, എനിക്ക് കാണിച്ചു തരണം. വാട്ട് മോർ ഷുഡ് ഐ ഡു? ഞാൻ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുക. ദൈവം ശോധന ചെയ്യുന്നവർക്ക് മറുപടികൾ തരും. എന്തെനിക്ക് അധികം ചെയ്യാൻ സാധിക്കും? വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് ഐ മസ്റ്റ് ഡു? ശോധന ചെയ്യണം. ആസ്ക് ദ ലോർഡ്. ശോധന ചെയ്യുന്നത് ശിഷ്യത്വത്തിൻ്റെ ഭാഗമാണ്. 4 വിരലുകൾ. പ്ലീസ് ലിഫ്റ്റ് ഇറ്റ് അപ്പ്. യാ. നാലാമത്തേതും again starts with the word S. Lift, stretch your hands, stretch your hands, stretch your hands and say, serve others in love. സ്നേഹത്തോടെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക. പ്ലീസ് ബിലീവ്, ഇന്ന് രാവിലെ ഈ 4-5 പോയിന്റ് ഞാൻ ഐ ഹാഡ് ടു റിക്കലക്ട് ഇറ്റ്. ഇതിന് നോട്ട്സ് ഒന്നുമല്ല, ഔട്ട് ഓഫ് മൈ മെമ്മറി. ആൻഡ് ഐം ലൈക്ക്, വാട്ട് ഇസ് ദ ഫസ്റ്റ് വൺ? ഫസ്റ്റ് വൺ ഓഫ് കോഴ്സ് സറണ്ടർ ടു ഗോഡ്. ഈ 4-5 ആക്ഷൻ ഉള്ളത് കൊണ്ട് എനിക്ക് ഇന്ന് രാവിലെ അത് ഓർക്കാൻ സാധിച്ചത്. ദാറ്റ്സ് വൈ ഐ എം ഗിവിംഗ് ബാക്ക് ടു യു അഗൈൻ. വീണ്ടും ഞാൻ തരുന്നത് കൊണ്ട്. സോ 1 സെപ്പറേറ്റഡ് അൺടു ഗോഡ്, 2 സറണ്ടർഡ് അൺടു ഗോഡ്, 2 സെപ്പറേറ്റഡ് to the Lord, 3 sober evaluation of yourself, നമ്മളെ തന്നെ ശോധന ചെയ്യുക, 4 serve others in love. വളരെ വ്യക്തമായ ദീർഘവാക്യങ്ങൾ എടുത്തു പറയുകയാണ്. നമ്മൾ ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ പോലെ പെരുമാറിയില്ലെങ്കിൽ, you may be anybody, you may be a pastor, you may be anybody, but you are not a disciple. കർത്താവ് മടങ്ങി വരുന്ന പാസ്റ്റർമാരെ ചേർക്കാനല്ല, കർത്താവ് മടങ്ങി വരുന്നത് സഭയെ ചേർക്കാനാ, ശിഷ്യന്മാരെ ചേർക്കാനാ. Serve others in love. എനിക്ക് ആരെയും ശുശ്രൂഷിക്കാനൊന്നും പറ്റത്തില്ല. വരണം, ഇരിക്കണം, പാട്ട് പാടുന്ന കേൾക്കണം, ഇല്ലെങ്കിൽ പാട്ട് പാടണം, പ്രസംഗം കേൾക്കണം, കുറേ നോട്ട് എഴുതണം, ഇല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ഗ്രഹിക്കണം. ഒരു തൃപ്തിയായി ഐ ഡു മൈ വർക്ക് ആൻഡ് ഐ എം ഗോൺ. യു ആർ നോട്ട് എ പാർട്ട് ഓഫ് ദ ചർച്ച്. നിങ്ങൾ ശിഷ്യത്വത്തിൻ്റെ ഭാഗമല്ല. ശിഷ്യന്മാർ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ, സ്നേഹത്തോടെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ ഒരുക്കമില്ലാത്തവൻ ശിഷ്യനല്ല. 5, പ്ലീസ് ഹോൾഡ് യുവർ ഫിസ്റ്റ് ലൈക്ക് ദിസ്. 5ാമത്തെ വാക്ക്, it again starts with the word letter S. Supernaturally, പറഞ്ഞാട്ടെ, supernaturally overcome evil with good. Just overcome evil with good അല്ല, നന്മയാൽ ജയിക്കുക എന്ന് മാത്രമല്ല, ദൈവശക്തിയാൽ തിന്മയെ നന്മയാൽ ജയിക്കുക. ഗാന്ധിജിയും തിന്മയെ നന്മയാൽ ജയിച്ച വ്യക്തിയാണ്. നോ, വി അപ്രീഷിയേറ്റ് ഹിം. മറുവശം, നമ്മൾ തിന്മയെ ജയിക്കുന്നത് ജസ്റ്റ് ഫിലോസഫി നിമിത്തമല്ല, ദൈവത്തിൻ്റെ ശക്തിയാൽ തിന്മയെ നന്മയാൽ ജയിക്കണം. ഈ 5 പ്രധാനപ്പെട്ട സ്വഭാവ ഗുണങ്ങൾ ഇല്ലാത്തവൻ ഒരു ശിഷ്യനല്ല. വി ഡിഡ് ദാറ്റ് ലോങ് ടൈം എടുത്ത് നമ്മൾ അനേക ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ഇറ്റ് വി കവേർഡ്. സോ അങ്ങനെ ശിഷ്യനായി കഴിഞ്ഞാൽ then the next step is become a disciple in Christ. വിശ്വാസവീരന്മാരുടെ അധ്യായം എടുത്ത് പഠിക്കുമ്പോൾ, വിശ്വാസവീരന്മാരുടെ ആ പട്ടിക എടുത്ത് വായിച്ചാൽ, സിംഹങ്ങളുടെ വായ അടച്ചവർ, തീയുടെ ബലത്തേക്കെടുത്തിയവർ, അസാധാരണമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തവർ, വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുമ്പോൾ വി ആർ വെരി ഹാപ്പി. കാര്യം, വാലിയന്റ്, അവർ ഭയങ്കര വീര്യമുള്ള പ്രവൃത്തികൾ ചെയ്തെടുത്തു. അതേ അധ്യായത്തിൽ മറ്റൊരു കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ട്, വിച്ച് വിൽ ബി ലൈക്ക്, ഇവരും വിശ്വാസവീരന്മാരുടെ പട്ടികയിലാണോ? ലോകം അവർക്ക് യോഗ്യമല്ലായിരുന്നു. അവർ ഗുഹകളിൽ പാർത്തു. They couldn't come out to public. ഗുഹകളിൽ പാർത്തു. They could not do things. അവർക്കൊന്നും ചെയ്യുവാൻ സാധിച്ചില്ല. They were in the eyes of the world. ലോകത്തിന്റെ ദൃഷ്ടിയിൽ അവർ failures ആയിരുന്നു. They were failures. അങ്ങോട്ടും എടുത്തു നോക്കിയാൽ, നമ്മൾ വിശ്വാസവീരന്മാരുടെ പട്ടിക എന്ന് പറയുമ്പോൾ ആവേശം കൊണ്ട് കൈയടിച്ച് പാട്ടുപാടി ഹല്ലേലൂയ പറയും. ദാറ്റ്സ് വണ്ടർഫുൾ. പക്ഷേ അല്പം സീരിയസ് ആയി മനസ്സിരുത്തി ചിന്തിച്ചൊന്ന് വിശകലനം ചെയ്താൽ, പലരും നമ്മൾ നോക്കിയാൽ വിശ്വാസവീരന്മാരായിരുന്നോ അതോ പരാജിതരായിരുന്നോ എന്ന് നമുക്ക് തന്നെ സംശയം വരുന്നത് പോലെ, പലരുടെയും ജീവിതത്തിൽ ലോകം അവർക്ക് യോഗ്യമല്ലായിരുന്നു. അവർ ഏറ്റവും നല്ല ഒരു ഉയർത്തെഴുന്നേൽപ്പിനായി അവർ ആഗ്രഹിച്ച് അവർ പരാജിതർ എന്ന ലോകത്തിൻ്റെ മുൻപിൽ തോന്നിയെങ്കിലും അവരും വിശ്വാസവീരന്മാരുടെ പട്ടികയിലുണ്ട്. why? കാര്യം the moment you are born again, you are a winner. നിങ്ങൾ ജയാളികളായി കഴിഞ്ഞു. പരാജിതരാണെങ്കിലും നിങ്ങൾ ലോകത്തിൽ ജയാളികളോ പരാജിതരോ ലോകത്തിന്റെ ദൃഷ്ടിയിൽ. But the moment you are born again, ദൈവരാജ്യത്തിൽ വന്നു കഴിയുമ്പോൾ you are already a winner. പക്ഷേ
ആ വിന്നർ എന്ന് പറയുന്നിടത്തുനിന്ന് ഞാൻ പറഞ്ഞു അടുത്ത ലെവലിലോട്ട് വന്നേ പറ്റത്തുള്ളൂ. ദാറ്റ് ഇസ് യു ആർ വിക്ടോറിയസ്. ജയാളികളാകണം. ജയാളി, വിക്ടറി എന്ന് പറയുമ്പോൾ വിന്നിങ്ങിനേക്കാൾ വ്യത്യസ്തമായ ശത്രുവിനെ പരാജയപ്പെടുത്തുന്നതാണ് വിക്ടറി, ജയം. അങ്ങനെ ശത്രുവിനെ പരാജയപ്പെടുത്താൻ യു ഹാവ് വിക്ടറി ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ്. യേശുവിൻ്റെ രക്തത്തിൽ നമുക്ക് ജയമുണ്ട്. വിക്ടറിയിൽ നിന്നും നമ്മൾ ഇന്നത്തെ മെസ്സേജിലേക്ക് വരികയാണ്. ട്രയംഫൻറ്റ്, ജയോത്സവം എന്നാണ് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്തപ്പോൾ, ഇല്ലെങ്കിൽ മലയാളത്തിലോട്ട് മൂലഭാഷയിൽ തർജ്ജമ ചെയ്തപ്പോൾ ജയോത്സവത്തോടുകൂടെ. പക്ഷേ ഇംഗ്ലീഷിൽ വരുമ്പോൾ അതിൻ്റെ വാക്ക് അസാധാരണ വ്യത്യസ്തമാണ്. അവിടെ പറയുകയാണ് ട്രയംഫൻറ്റ് ഇൻ ക്രൈസ്റ്റ്. ഞാനത് എക്സാമ്പിൾ എടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു, സിംഹത്തിൻ്റെ വായ അടച്ചപ്പോൾ യു ആർ വിക്ടോറിയസ്. കാര്യം ശത്രുവിനെ പരാജയപ്പെടുത്തി ജയിച്ചു. ശത്രുവിൻ്റെ സിംഹത്തിൻ്റെ കുഴിക്കകത്ത് ഇട്ട ശത്രുക്കൾ എന്നുള്ളതിനേക്കാൾ അഡ്വേഴ്സറീസ് എന്നാണ് അവിടെ ഇട്ടിരിക്കുന്നത്. ശത്രുക്കൾ എന്നുള്ളതിനേക്കാൾ അഡ്വേഴ്സറി എന്നുള്ള വാക്കാണ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. അവരുടെ പ്രതിയോഗികൾ, ശത്രുക്കൾ എന്നുള്ളതിനേക്കാൾ പ്രതിയോഗി സിംഹക്കുഴിക്കകത്ത് പോയി. they were victorious. പക്ഷേ ഡാനിയൽ വാസ് നോട്ട് ജസ്റ്റ് വിക്ടോറിയസ്, he was triumphant. താൻ ആ ഒരു വിക്ടറി, ഒരു ജയത്തിൻ്റെ വെളിച്ചത്തിൽ താൻ വലിയ സംഭവമാണ് എന്ന് മറ്റുള്ളവരുടെ മുൻപിൽ പ്രദർശിപ്പിക്കപ്പെട്ടവനല്ല, പകരം തൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും തൻ്റെ ക്വാളിറ്റി, തൻ്റെ പൊട്ടൻഷ്യൽ തെളിയിച്ച് ആയുഷ്കാലം മുഴുവൻ ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ അല്ല, 127 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന സാമ്രാജ്യത്തിൻ്റെ പ്രസിഡന്റന്മാരിൽ 3 പേരിൽ ശ്രേഷ്ഠനായ പ്രസിഡന്റായി മാറിയ അക്കംപ്ലിഷ്ഡ് പേഴ്സൺ. അതിനെ ട്രയംഫ് എന്ന് വിളിക്കുന്നത്. നമ്മളിൽ പലർക്കും പല ജയങ്ങളുണ്ട്. മന്ത്രവാദത്തെ ജയിച്ചു, രോഗത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു, ഭയങ്കരം വിക്ടറി ആയിരുന്നു. പ്രൈസ് ദ ലോർഡ്. ബന്ധനത്തെ പൊളിച്ചു. ഐ എം powerfully victorious. Praise God for celebrations of victory. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിന് പറയുവാനുള്ളത്, ആ സെലിബ്രേഷനിൽ നിൽക്കരുത്. Go into a triumphant lifestyle. ജീവിതത്തിൽ എങ്ങും പരാജയത്തിൻ്റെ ലേശമില്ലാതെ, പകരം ദൈവത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും എന്താണ് എന്ന് മനസ്സിലാക്കി ആ വിളിക്കകത്തുള്ള നന്മകളുടെ ആഴങ്ങളിലേക്ക് മാറി, ഒരു ജോസഫിനെ പോലെ, ഒരു എസ്തറിനെ പോലെ, ഒരു ദാനിയലിനെ പോലെ വിത്ത് എക്സലൻസ്, ഉത്കൃഷ്ട മനസ്സുള്ളവനായി, ഇല്ലെങ്കിൽ ആ ലെവലിൽ അടുത്ത ലെവൽ എക്സലൻസിലോട്ട് മാറി ഉയർന്ന തലത്തിൽ വരുന്ന ട്രയംഫൻ്റ് ആയിട്ട് വരണമെങ്കിൽ ഇറ്റ്സ് നോട്ട് ബിക്കോസ് യു ആർ ബോൺ അഗൈൻ. വീണ്ടും ജന്മത്താൽ അത് മാത്രം കൊണ്ട് സാധിക്കുകയില്ല. യേശുവിൻ്റെ രക്തം കൊണ്ട് യു ഹാവ് വിക്ടറി, ബട്ട് നോട്ട് എ ട്രയംഫൻ്റ് ലൈഫ്. ട്രയംഫൻ്റ് ലൈഫ് വേണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞു വരികയായിരുന്നു, യു ഹാവ് ടു ബി ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ആയവർക്ക് മാത്രമേ ട്രയംഫൻ്റ് ലൈഫ്. ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്നവരെ കുറിച്ച്. നമ്മളിൽ പലരും ആ ലെവലിൽ വരുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ സഹായിക്കും. ഫ്രം there I want to launch into my message for this morning. ഇന്ന് പ്രഭാതത്തിലുള്ള മെസ്സേജിലേക്ക് ഞാൻ ഇവിടുന്ന് വരാൻ ആഗ്രഹിക്കും. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ ഒന്ന് വായിച്ച് ഇറ്റ് ബി ഇൻട്രൊഡക്ഷൻ ഫോർ ടുഡേസ് മെസ്സേജ്. എബ്രായ ലേഖനം 5-ാം അധ്യായം 13-14 വാക്യങ്ങൾ. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ. അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കത്രേ പറ്റുകയുള്ളൂ. താങ്ക് യു. ഈ ആശയം now I'm going to just expound it. ഈ ആശയം തന്നെയാണ്, എങ്കിലും കുറച്ചും കൂടെ ഡെപ്തിലോട്ട് ഇറങ്ങി ഈ വാക്യങ്ങളെ ഒന്ന് വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുക. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഞാൻ ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചോട്ടെ, ആംപ്ലിഫൈഡ് ബൈബിളിൽ നിന്ന് ആശയം കുറച്ചും കൂടെ വ്യക്തമാകാൻ. ഫോർ എവ്രി വൺ ഹു കണ്ടിന്യൂസ് ടു ഫീഡ് ഓൺ മിൽക്ക്, ഈ കട്ടിയല്ലാത്ത ആഹാരം, പാൽ മാത്രം കുടിച്ച് ജീവിക്കുന്ന ചിലരുണ്ട്. ഇറ്റ്സ് ഒബ്വിയസ്ലി ഇൻഎക്സ്പീരിയൻസ്ഡ്. ആ വാക്ക് ഞാൻ എടുത്ത് ഊന്നി പറയുവാൻ ആഗ്രഹിക്കുക. ഇൻഎക്സ്പീരിയൻസ്ഡ്, അനുഭവ ശ്രേഷ്ഠത, എക്സ്പീരിയൻസ് ഇല്ലാത്ത, ഇൻഎക്സ്പീരിയൻസ്ഡ്. ആൻഡ് അൺസ്കിൽഡ്. ആ വാക്ക് ഒന്ന് ശ്രദ്ധിക്കണം. അൺസ്കിൽഡ്. സ്കിൽസ് എന്നുള്ളത് ജന്മനാൽ വരുന്നതല്ല. ജന്മനാൽ ഗിഫ്റ്റുകൾ ഉണ്ടായിരിക്കും. പക്ഷേ സ്കിൽസ് എന്നുള്ളത് അഭ്യാസത്താൽ, പ്രാക്ടീസിനാൽ മാത്രം വരുന്നത്. പാട്ടിൻ്റെ സ്കിൽ ചിലർക്കുണ്ട്. പാടി തെളിഞ്ഞ് ഗിഫ്റ്റഡ് ആണെങ്കിലും പാടി തെളിയുന്നവരുണ്ട്. കീബോർഡിൻ്റെ സ്കില്ലുള്ളവരുണ്ട്. പല സ്കിൽസ്. ദാവീദിനെ കുറിച്ച് പറഞ്ഞു, he was very skilled. സ്കിൽഡ് എന്ന് പറയുമ്പോൾ ജന്മനാൽ വരുന്നതല്ല. അടുത്ത വാക്യത്തിൽ വായിച്ചതുപോലെ അഭ്യസത്താൽ, അഭ്യസിച്ച് തഴക്കത്താൽ വരുന്ന ചിലതാണ്. ഇൻഎക്സ്പീരിയൻസ്ഡ്, അൺസ്കിൽഡ് ഇൻ ഡോക്ട്രിൻസ്, ഇൻ റൈച്ചസ്നെസ്, പല കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഞാൻ ഏറ്റവും പ്രധാനമായി കൊണ്ടുവരാൻ ആഗ്രഹിച്ച ആശയം, ഇഫ് യു റിമെമ്പർ, 2 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു, നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ ക്രിസ്തുവിൽ ശിശുക്കൾ, ബേബ്സ് ഇൻ ക്രൈസ്റ്റ്,
ക്രിസ്തുവിലാണ്, പക്ഷേ ക്രിസ്തുവിലാണെങ്കിലും യു ആർ സ്റ്റിൽ ബേബ്സ്, ശിശുക്കളാണ്. അതേ ആശയം ഇവിടെ പറഞ്ഞു വരുന്നത്. കർത്താവായ യേശുവിലാണ്, പക്ഷേ ശിശുക്കളാണ്. യു ആർ നോട്ട് ജസ്റ്റ് ഔട്ട്സൈഡ് ക്രൈസ്റ്റ്, ക്രിസ്തുവിലാണ്. നിങ്ങൾ ബിലീവർ സ്റ്റേജും കഴിഞ്ഞു, ഫോളോവർ സ്റ്റേജും കഴിഞ്ഞു, ഡിസൈപ്പിൾ സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞു, പക്ഷേ യു ആർ സ്റ്റിൽ ഇൻ ക്രൈസ്റ്റ്, യെറ്റ് യു ആർ ബേബ്സ് ഇൻ ക്രൈസ്റ്റ്. അങ്ങനെയുള്ളവരെ കുറിച്ച് പറയുക, നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ പോലും ജഡീകന്മാരോട് എന്നതുപോലെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ഡിഡ് യു ഹിയർ ദാറ്റ്? നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിലും, ക്രിസ്തുവിൽ ശിശുക്കളാണെങ്കിൽ നിങ്ങളോട് പ്രായപൂർത്തിയായവരോട് സംസാരിക്കുന്നത് പോലെ അല്ല, ആത്മീയരോട് എന്നതുപോലെയല്ല, ജഡീകന്മാരോട് എന്നതുപോലെ ഞാൻ നിങ്ങളോട് സംസാരിക്കുക. ഓ, ദാറ്റ് ഈസ് ഒഡേഷ്യസ് സ്റ്റേറ്റ്മെന്റ്. അത് ഇച്ചിരി കട്ടിയായ സ്റ്റേറ്റ്മെന്റ്. ഞാൻ വിശ്വാസി മാത്രമല്ല, ഞാൻ യേശുവിനെ അനുഗമിക്കുന്നവനല്ല, ഞാൻ ശിഷ്യനാണ്. ഐ എം എ ഡിസൈപ്പിൾ. ക്രിസ്തുവിലാണ്. ഓ, ദാറ്റ് ഈസ് എക്സ്ട്രീം. പക്ഷേ ആ തഴക്കമോ അഭ്യസനമോ സ്കിൽ എക്സ്പീരിയൻസ് ഒന്നുമാകുന്നില്ല. ആൻഡ് യു ആർ എ ബേബ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ശിശുക്കളാണ്. അതുകൊണ്ട് ആത്മീയരെന്നതുപോലെ നിങ്ങളോട് സംസാരിക്കാൻ വരുന്നില്ല, ഞാൻ ജഡീകന്മാരോട് എന്നതുപോലെ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഇവിടെയും അതേ വാക്കാണ് വരുന്നത്. ഫോർ ഈസ് എ മിയർ ഇൻഫന്റ്, ശിശുവാണ്. കാര്യം എന്താ? ക്രിസ്തുവിലാണെങ്കിൽ പോലും ഇൻഎക്സ്പീരിയൻസ്ഡ്, അൺസ്കിൽഡ്. വിൽ കം സ്ലോലി ടു ദാറ്റ്. Will come slowly. 14ാം വാക്യം. But solid food, കട്ടിയുള്ള ആഹാരമോ, is for full grown men, പ്രായപൂർത്തിയായവർക്കുള്ളതാണ് കട്ടിയുള്ള ആഹാരം. For those whose senses, ഇന്ദ്രിയങ്ങൾ, ശരീരത്തിന്റെ ഇന്ദ്രിയങ്ങൾ, മനസ്സിന്റെ ദേഹിയുടെ ഇന്ദ്രിയങ്ങൾ, the sense faculties of the mind, ആത്മാവിന്റെ ഇന്ദ്രിയങ്ങൾ, the sense faculties of the spirit man, ഇത് മൂന്നും തഴക്കത്താൽ, ഓക്കെ, സ്പെഷ്യലി ശരീരത്തിന്റെ ഇന്ദ്രിയങ്ങളെ കുറിച്ചും മേ ബി വി ഷുഡ് ടെൽ ഇൻ ദ ലേറ്റർ ഓൺ. പക്ഷേ സെൻസസ് ആൻഡ് മെന്റൽ ഫെക്കൽറ്റീസ്, ഓ മൈ ഗുഡ്നസ്, ഇത് സ്പിരിച്വാലിറ്റി ആണോ, ആത്മീയമാണോ, ബൈബിളിലെ തന്നെയാണോ? യെസ്, ഐ എം റീഡിംഗ് ടു യു ഫ്രം ദ ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ നമ്പർ 5 ആൻഡ് വേഴ്സ് നമ്പർ 14. സുവിശേഷങ്ങളല്ലേ വായിക്കുന്നത്? ഈവൻ എപ്പിസൽസ് എന്ന് പറഞ്ഞാലും ബൈബിളിൻ്റെ ഒരു കട്ടിയായ ആഹാരം കഴിക്കുവാൻ പ്രാപ്തിയായവർ ധ്യാനിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട, പിടിച്ചെടുക്കേണ്ട ആഴമേറിയ തലങ്ങളിലേക്കാണ് വരുന്നത്. എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, അങ്ങനെ യുവർ സെൻസസ്, ഇന്ദ്രിയങ്ങൾ, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ഇന്ദ്രിയങ്ങൾ, രണ്ട് മെന്റൽ ഫെക്കൽറ്റീസ്, നിങ്ങളുടെ മനസ്സിൻ്റെ കഴിവുകൾ, ആർ ട്രെയിൻഡ് ടു പ്രാക്ടീസ്. ചില കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാക്ടീസ് ചെയ്തേ പറ്റത്തുള്ളൂ. ആഹാരം, കട്ടിയുള്ള ആഹാരം വേണമെങ്കിൽ ചില കാര്യങ്ങൾ തഴക്കത്താൽ, എക്സ്പീരിയൻസ് ബൈ ട്രെയിനിങ് ലഭിച്ചവർ. സൺഡേ സർവീസിൽ ഇറ്റ്സ് നോട്ട് എ ടൈം ടു ട്രെയിൻ. സൺഡേ സർവീസിൽ ടീച്ചിങ്, പ്രീച്ചിങ്, സൺഡേ സർവീസിൽ ട്രെയിനിങ് ഇല്ല. പക്ഷേ ട്രെയിനിങ് നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. യേശു കർത്താവിൻ്റെ വാക്കുകളിൽ, നിങ്ങൾ എണ്ണ വിൽക്കുന്നവരുടെ അരികിൽ പോയി വാങ്ങിക്കുക. പ്രീച്ചിങ് കേട്ടച്ച് വരാനല്ല, ടീച്ചിങ് കേട്ടച്ച് വരാനല്ല. ഗോ ടു ദ പീപ്പിൾ ഹു ട്രെയിൻ യു. നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ, സെൻസസിനെ, നിങ്ങളുടെ മെന്റൽ ഫെക്കൽറ്റീസ്, നിങ്ങളുടെ മനസ്സിൻ്റെ ഇന്ദ്രിയങ്ങളെ ട്രെയിൻ ചെയ്ത് അതിനെ സ്കിൽഫുള്ളി, അതിനെ നല്ല നയത്തോടെ ഉപയോഗിക്കുവാൻ കഴിയുന്ന അളവിൽ ട്രെയിൻ ചെയ്യുന്നവരുടെ അടുക്കൽ ചെന്ന്, അങ്ങനെ മോറലി റൈറ്റ് ആൻഡ് റോങ്, ഡിവൈൻ ആൻഡ് ഹ്യൂമൻ ലോസ്, മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും മുൻപിൽ നിയമപരമായിട്ടും മോറലി വ്യത്യസ്ത രീതികളിൽ ഡിസ്ക്രിമിനേറ്റ് ആൻഡ് ഡിസ്റ്റിംഗ്വിഷ്, അതിനെ മനസ്സിലാക്കുവാൻ കഴിവുള്ള ഫുള്ളി ഗ്രോൺ മെൻ, അവർക്ക് മാത്രമേ ക്രിസ്തുവിൽ ഒരു ശിഷ്യനാകുവാൻ സാധിക്കുകയുള്ളൂ. കർത്താവ് എന്തോ പറഞ്ഞു വരുന്നത് വിവരം പിടികിട്ടുന്നില്ല. പിന്നെ എങ്ങനെ കർത്താവിൽ ശിഷ്യത്വത്തിന്റെ പൂർണ്ണതയിൽ വരുന്നത്? ഡോണ്ട് വറി, വിൽ ഗോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, സ്ലോലി നമ്മൾ അതേക്ക്. സോ വിൽ കം ബാക്ക് ടു ദാറ്റ് ലേറ്റർ ഓൺ. പക്ഷേ എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം മുതൽ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞു വരികയാണ്. ഇൻ ദ ഡേയ്സ് ഓഫ് ഹിസ് ഫ്ലഷ്. ഞാൻ ഈ ആദ്യം വായിച്ച 13-ഉം 14-ഉം 2 വാക്യങ്ങളിലേക്ക് വരുവാൻ ഐ വാണ്ട് ടു ബ്രിങ് യുവർ അറ്റൻഷൻ ടു വേഴ്സ് നമ്പർ 7 ഓൺവേർഡ്സ്. 7-ാം വാക്യം മുതൽ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. എബ്രായ ലേഖനം 5-ാം അധ്യായം 13-ഉം 14-ഉം വായിച്ചു. പക്ഷെ അങ്ങോട്ട് വരാൻ, അത് മനസ്സിലാക്കുവാൻ, അത് ജീവിതത്തിൽ പ്രയോജനപ്പെടുവാൻ, പ്രായോഗികമാക്കുവാൻ. ലെറ്റ്സ് കം ടു വേഴ്സ് നമ്പർ 7. So let me just read this for you. In the days of his flesh, യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ, he offered up definite prayers. ഒന്ന്, വ്യക്തതയുള്ള പ്രാർത്ഥനകൾ യേശു പ്രാർത്ഥിച്ചു. സ്പെഷ്യൽ പെറ്റീഷൻസ്. എന്തുവാണ് പറഞ്ഞു വരുന്നത്? ഫോർ ദാറ്റ് which he not only wanted,
but needed. ശ്രദ്ധിച്ചു കേൾക്കണം. യേശുവിന് there were certain needs that he wanted and certain needs that he needed. രണ്ട് വാക്കിനും വലിയ വ്യത്യാസമുണ്ട്. want and need. want എന്ന് പറഞ്ഞാൽ എൻ്റെ ആഗ്രഹമാണ്, വ്യക്തിപരമായിട്ട് എൻ്റെ ആഗ്രഹമാണ്. നീഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ആവശ്യമാണ്. ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കാം. ആഹാരം കഴിക്കുന്നത് എൻ്റെ ആവശ്യമാണ്. വിശക്കാതിരിക്കുവാൻ, ശരീരത്തിന് ആവശ്യമുള്ള നറിഷ്മെന്റ് ലഭിക്കുവാൻ, ആരോഗ്യം ലഭിക്കുവാൻ ആഹാരം ആവശ്യമാണ്. ഇറ്റ്സ് എ നീഡ്. ആൻഡ് ദർ ഇസ് സംതിങ് കോൾഡ് വാണ്ട്. ഐസ്ക്രീം, സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ്, മോർ ദാൻ നീഡ്, ഇറ്റ്സ് എ വാണ്ട്. എൻ്റെ ആവശ്യമാണോ? അതില്ലാതെ ജീവിക്കാം, പക്ഷേ എൻ്റെ ആഗ്രഹമാണ്. ആവശ്യവും ആഗ്രഹവും. ആഗ്രഹങ്ങൾ തെറ്റാണോ? യു ഡിസൈഡ് ഫോർ യുവർ സെൽഫ്. ഇവിടെ പറയുകയാണ് ആംപ്ലിഫൈഡ് ബൈബിളിൽ അതിൻ്റെ ഷെയ്ഡ്സ്, കളേഴ്സ്, ആ വ്യാഖ്യാനം പറഞ്ഞത് ഫോർ ദാറ്റ് വിച്ച് ഹി നോട്ട് ഓൺലി വാണ്ടഡ് ബട്ട് നീഡഡ്. യേശുവിന് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഡെഫിനിറ്റ് പെറ്റീഷൻസായി കർത്താവ് പിതാവിനോട് അവതരിപ്പിച്ചു, പ്രാർത്ഥിച്ചു, ചോദിച്ചു. There's nothing wrong. The Bible doesn't say it's wrong. Bible തെറ്റായിട്ട് പഠിപ്പിക്കുന്നില്ല. For which not only he wanted but needed. ആവശ്യമുള്ളതും ആഗ്രഹങ്ങളും ഒരുപോലെ പിതാവിനോട് അപേക്ഷിച്ചു. ആഗ്രഹങ്ങൾ ചോദിക്കുന്നതിനെ കുറിച്ച് എനിക്ക് മനസ്സിലാവും, പക്ഷെ ആവശ്യങ്ങൾ ചോദിക്കണോ? നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ പിതാവ്, സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നില്ലയോ? ചോദിക്കണോ? യേശു കർത്താവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് 13-14 വാക്യങ്ങളിലോട്ട് അങ്ങോട്ട് ഡീപ്പായിട്ട് എൻട്രി ചെയ്യാനായിട്ടുള്ള ഇൻട്രഡക്ഷൻ എബ്രായ ലേഖന കർത്താവ് പറഞ്ഞു വരികയാണ്. പ്രാർത്ഥനയിൽ ആരംഭിക്കുക. ദേ ഹാവ് ടു പ്രേ. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? സ്പെഷ്യൽ പെറ്റീഷൻസ് ഫോർ ദാറ്റ് വിച്ച് ഹി നോട്ട് ഓൺലി വാണ്ടഡ് ബട്ട് നീഡഡ്. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും യേശു പിതാവിനോട് ചോദിച്ചു തുടങ്ങി. A disciple in Christ. ആ ശിഷ്യത്വത്തിൻ്റെ ഭാഗങ്ങൾ കർത്താവ് ആരംഭിക്കുക. ആൻഡ് സപ്ലിക്കേഷൻസ് വിത്ത് സ്ട്രോങ് ക്രൈയിങ് ആൻഡ് ടിയേഴ്സ്. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും യേശു പിതാവിനോട് പ്രാർത്ഥിച്ചു. വാട്ട്? ആവശ്യങ്ങൾക്ക് വേണ്ടി ഉറച്ച കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. കുറച്ചും കൂടി കഴിയുമ്പോൾ നമ്മൾ വായിക്കാൻ പോകുക, ചില കാരണങ്ങൾ നിമിത്തം പിതാവ് യേശുവിൻ്റെ പ്രാർത്ഥന കേട്ടു. And he was heard. പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തൊന്നു പോലുമല്ല, പിതാവ് പ്രാർത്ഥന കേട്ടു. പലരുടെയും പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ല എന്നുള്ളത് പോട്ടെ, ദൈവം കേൾക്കുന്ന പോലുമില്ല. And we'll come to that slowly. We'll come to that. With strong crying and tears to him who was always able to save him out from death. തന്നെ മരണത്തിൽ നിന്നും വിടുവിക്കുവാൻ കഴിയുന്നവനോട് യേശു ഉറച്ച നിലവിളിയോടും യാചനയോടും നിലവിളിയോടും കണ്ണുനീരോടും യാചിച്ചു. സപ്ലിക്കേഷൻസ്. ആൻഡ് ഹി വാസ് ഹേർഡ്. പിതാവായ ദൈവം യേശുവിൻ്റെ പ്രാർത്ഥന കേട്ടു. നോട്ട് ബിക്കോസ് ഹി വാസ് ദ സൺ, പുത്രനായതുകൊണ്ടല്ല. നോട്ട് ബിക്കോസ് ഹി വാസ് ഹോളി, താൻ വിശുദ്ധനായതുകൊണ്ടല്ല. വളരെ വ്യക്തമായി പറയുകയാണ്, ഹി വാസ് ഹേർഡ് ബിക്കോസ് ഓഫ് ഹിസ് റെവറൻസ് ടുവേർഡ്സ് ഗാഡ്. ദൈവത്തോടുള്ള തൻ്റെ ഭയം നിമിത്തം ദൈവം യേശുവിൻ്റെ പ്രാർത്ഥന കേട്ടു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പലരുടെയും പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല എന്ന് നമ്മൾ പലരും ഭാരപ്പെടുക. ലെറ്റ് മീ ആസ്ക് യു, പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് മുൻപേ ആദ്യം ചോദിക്കേണ്ടത് ദൈവം പ്രാർത്ഥന കേൾക്കുന്നുണ്ടോന്ന്. യേശുവിൻ്റെ പ്രാർത്ഥന പിതാവ് കേട്ടതിൻ്റെ പിൻപിൽ പറയുക, നമ്പർ 1, ഹി വാസ് ഹേർഡ് ബിക്കോസ് ഓഫ് ഹിസ് റെവറൻസ് ടുവേർഡ്സ് ഗാഡ്. ദൈവത്തോടുള്ള ഭക്തി നിമിത്തം പ്രാർത്ഥന കേട്ടു. ഇവിടെ ഭക്തി പോയിട്ട് പറയുന്നില്ല, ദൈവത്തോടുള്ള ഭയം വിട്ടുകളയാൻ പാടില്ല. പ്രാർത്ഥനയിൽ ബോഡി ലാംഗ്വേജിന് അർത്ഥമുണ്ടോ? യു ക്യാൻ ബിലീവ് വാട്ട് എവർ യു വാണ്ട്, യു ഡോണ്ട് ഹാവ് ടു ബൈ ഇൻ ടു മീ. ഞാൻ പറയുന്ന ആശയങ്ങൾ നിങ്ങൾ അംഗീകരിക്കണം എന്നില്ല, പക്ഷെ ബൈബിൾ പറയുന്നു ദൈവത്തോടുള്ള തൻ്റെ ഭയം നിമിത്തം ദൈവം യേശുവിൻ്റെ പ്രാർത്ഥന കേട്ടു. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ സദസ്സിനോടുള്ള മാന്യത പോട്ട്, ദാറ്റ് ഈസ് ഗുഡ്, അറ്റ്ലീസ്റ്റ് അതുണ്ടല്ലോ, പ്രൈസ് ഗോഡ്. സദസ്സിനോടുള്ള മാന്യത പോയിട്ട് വ്യക്തിപരമായി മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഭയത്തോടെ പ്രാർത്ഥിക്കുമോ? ഭയം എന്ന വികാരമല്ല, ഭയത്തിൻ്റെ ആ റെസ്പെക്റ്റിൻ്റെ ബോഡി ലാംഗ്വേജ് ഉണ്ടോ? വാക്കുകളുണ്ടോ? എക്സ്പ്രഷൻസ് ഉണ്ടോ? നമ്മളുടെ പ്രാർത്ഥന ആര് കേൾക്കുമ്പോഴും കേൾക്കാത്തപ്പോഴും ദൈവം പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നമ്മളുടെ പ്രാർത്ഥന ഇറ്റ് മസ്റ്റ് ബി റെസ്പെക്ട്ഫുൾ. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ചുമ്മാ മുകൾ പരപ്പിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനല്ല, 13-14 വാക്യങ്ങളിലേക്ക് വരാനായിട്ടുള്ള ഇൻട്രൊഡക്ടറി ലെവലിലാണ് ഞാൻ നിൽക്കുന്നത്.
He was heard. യേശുവിന്റെ പ്രാർത്ഥന പിതാവ് കേട്ടു. ബിക്കോസ് ഓഫ് ഹിസ് റെവറൻസ് ടുവേർഡ്സ് ഗാഡ്. ദൈവത്തോടുള്ള യേശുവിന്റെ ഭക്തി നിമിത്തം, ഇല്ലെങ്കിൽ ഭയം നിമിത്തം. റെവറൻസ്, ഹിസ് ഗോഡ്ലി ഫിയർ, തൻ്റെ ഹിസ് പൈറ്റി, തൻ്റെ ഭക്തി. ഞാൻ കഴിഞ്ഞ ദിവസം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പറഞ്ഞു, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ബ്രദർ പെരിക്കോ പ്രഭു. താൻ പെന്തിക്കോസുകാരനല്ല, ഒരു കാത്തലിക് വിശ്വാസിയാണ്, മലയാളിയല്ല, മലയാളം മനസ്സിലാകത്തില്ല. താൻ എന്നോട് ഒരിക്കൽ പറഞ്ഞോടാ, ഞാൻ നിന്റെ സഭാരാധന മൊത്തം കണ്ടു. ഞാൻ പറഞ്ഞ, ഡിഡ് യു സേ ദ ഹോൾ സർവീസ്? ഞാൻ മൊത്തം സർവീസ് മൊത്തം കണ്ടു. ഞാൻ നിനക്ക് മലയാളം മനസ്സിലാകുമോ? ഇല്ല, എനിക്ക് മലയാളം ഒട്ടും മനസ്സിലാകത്തില്ല. പിന്നെ നീ ആ ഫുൾ ഇരുന്ന് കാണാൻ കാര്യം എന്താ? പറഞ്ഞു, മൈ ഗുഡ്നസ്, ഞാനിരുന്ന് കാണുകയായിരുന്നു, നിങ്ങളുടെ സഹോദരിമാർ തലയിൽ തുണിയിട്ടാ പ്രാർത്ഥിക്കുന്നത്. എടാ, ബാംഗ്ലൂരിൽ ഇത്രയും ഭക്തിയോടെ പ്രാർത്ഥിക്കുന്ന കൂട്ടങ്ങൾ എവിടെ ഉണ്ട്? കുറേ കാര്യങ്ങൾ പറഞ്ഞു, എല്ലാം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ, പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ വ്യക്തിപരമായിട്ടോ കൂട്ടത്തിലോ കുടുംബമായിട്ടോ എവിടെയെങ്കിലും ഭയവും ഭക്തിയുമില്ലാത്ത പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലെന്നല്ല, ആ പ്രാർത്ഥന ദൈവം കേൾക്കുവാൻ പോലും സാധ്യത കുറവാണ് എന്ന് ബൈബിൾ വെളിച്ചത്തിൽ ഞാൻ പറയാം. യേശുവിൻ്റെ പ്രാർത്ഥന കേൾക്കാൻ കാര്യം, നിത്യതയിൽ നിന്നും ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് വിശുദ്ധനായി പ്രാർത്ഥനയുടെ ഫലമായിട്ടും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഫലമായിട്ടും ഈ ഭൂമിയിൽ ജനിച്ച ഒരു യേശു ആയതുകൊണ്ടല്ല. ബൈബിൾ പറയുന്നു, ഭയഭക്തി പൂണ്ട് തൻ്റെ പ്രാർത്ഥനയിൽ ദൈവത്തോടുള്ള ഭക്തി നിമിത്തം തൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തെന്നല്ല, പ്രാർത്ഥന കേട്ടു, പിന്നല്ലേ മറുപടി വരുന്നത്. Although he was a son, താൻ ദൈവത്തിന്റെ പുത്രനായിരുന്നെങ്കിലും, താൻ ദൈവത്തിന്റെ പുത്രനായതുകൊണ്ട് പ്രാർത്ഥന കേട്ടു. No, although he was a son, താൻ പുത്രനായിരുന്നെങ്കിലും he learned active special obedience through what he suffered. തൻ്റെ ജീവിതത്തിൽ കൂടെ, അനേക അനുഭവങ്ങളിൽ കൂടെ, അല്പം കൂടെ വ്യക്തമായി പറഞ്ഞാൽ തിക്താനുഭവങ്ങളിൽ കൂടെ, അത് തന്നെ ഉടച്ചു കളയുവാൻ, തകർത്ത് കളയുവാൻ, ദൈവത്തിൽ നകറ്റി കളയുവാനല്ല, പകരം തന്നെ അനുസരണത്തിൽ വളർത്തുവാൻ ദൈവം പ്രാർത്ഥന കേൾക്കുന്നത് പോലെ തൻ്റെ ജീവിതത്തെ വാർത്തെടുക്കുവാൻ ഓരോ അനുഭവങ്ങളും നന്മയ്ക്കായി കൂടി വ്യാപരിച്ചു. ക്രിസ്തുവിൽ ഒരു ശിഷ്യനാകണമെങ്കിൽ പടിപടിയായി ഞാൻ പറഞ്ഞു വരികയാണ്. Although he was a son, he learned obedience through what he suffered. 5-ാം വാക്യം ഞാൻ ഒന്ന് റീവൈൻഡ് ചെയ്യുക. നമ്മളിപ്പോൾ വായിച്ചത് 8-ാം വാക്യമാണ്. But I'm going back to verse number 5. It says, so too Christ the Messiah, ക്രിസ്തു എന്ന മെശിഹ, did not exalt himself to be made a high priest. താൻ മഹാപുരോഹിതനാണ് എന്ന് തന്നെത്താൻ ഉയർത്തിയില്ല. He did not exalt himself to be the high priest. പകരം he was appointed and exalted by him who said to him, you are my son, today I have begotten you. യേശു ഈ ഭൂമിയിൽ വന്ന് ജനിച്ചു, ഭക്തിയുള്ളൊരു ജീവിതം നയിച്ചു. പക്ഷേ പറയുകയാണ്, യേശുവിനെ ദൈവം ഒരു ദിവസം അപ്പോയിന്റ് ചെയ്തു. 30 വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം പറഞ്ഞു, ഇന്ന്, ടുഡേ ഐ ഹാവ് ബിഗോട്ടൻ യു. എടാ, ഇങ്ങനെ ഒരു അസാധാരണ അത്ഭുത ജനനം, that itself is very special. തൻ്റെ ജീവിതം പാപമില്ലാത്തതാണ്, ഫാന്റാസ്റ്റിക്. പക്ഷേ സ്നാനക്കടവിൻ്റെ അടുക്കൽ വരുമ്പോൾ, സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് പൊങ്ങിയപ്പോൾ ഉയരത്തിൽ നിന്നൊരു ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ടുഡേ ഐ ഹാവ് ബിഗോട്ടൻ യു. താൻ ക്രിസ്തുവായിരുന്നു. പക്ഷേ 9-ാം വാക്യം, and his completed experience, തൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ നിമിത്തം, making him perfectly equipped, he became the author and source of eternal salvation to all those who give heed and obey him. തന്നെ ശ്രദ്ധിച്ച്, തൻ്റെ വാക്കുകൾ ശ്രവിച്ച്, തന്നെ അനുസരിക്കുന്ന സകലരെയും രക്ഷിക്കത്തക്കതുപോലെ he became the author and source of eternal salvation. He was making him perfectly equipped. യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ ഒരു പ്രോസസ്സിൽ കൂടെ കടന്നുപോയി. അതിനുശേഷമാണ് യേശു കർത്താവിൻ്റെ ജീവിതം ചില പ്രത്യേക കാര്യങ്ങൾ ഇവിടെ എബ്രായ ലേഖന കർത്താവ് എടുത്തു പറയുന്നത്. Being designated and recognized and saluted by God as high priest after the order with the rank of Melchizedek. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം താൻ മഹാപുരോഹിതനാണ് എന്ന് ദൈവം തന്നെ മാനിച്ചു. Progressive, step by step. Concerning this, ഇതിനെ സംബന്ധിച്ച് പറയുന്നത് 11-ാം വാക്യം. Concerning this, we have much to say. അനേക കാര്യങ്ങൾ പറയുവാനുണ്ട്. Which is hard to explain. പറഞ്ഞ് ഫലിപ്പിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. You know why? Since you have become dull in your spiritual hearing. ആത്മീയ കാര്യങ്ങൾ കേട്ടാൽ
നിങ്ങൾക്ക് ലോജിക്ക് പിടികിട്ടും, തിയോളജിയും പിടികിട്ടും, നിങ്ങൾക്ക് ഒത്തിരി ആശയങ്ങൾ മനസ്സിലാകും. വിവരമുള്ളവരെ കോംപ്രിഹെൻഷൻ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ സ്പിരിച്വൽ ഹിയറിംഗ് ഫിൽട്ടർ ഒരെണ്ണം കിടപ്പുണ്ട്. ഈ ആത്മീയ കാര്യങ്ങൾ വരുമ്പോൾ അത് മാത്രം ഫിൽട്ടർ ഔട്ടായി പോകുന്ന ചില സ്പിരിച്വൽ ഫിൽറ്റേഴ്സ് കിടപ്പുണ്ട്. സീയിങ് ദാറ്റ് യുവർ സ്പിരിച്വൽ ഹിയറിംഗ്, യു ഹാവ് ബിക്കം ഡൾ ഇൻ യുവർ സ്പിരിച്വൽ ഹിയറിംഗ്. നിങ്ങളുടെ ആത്മീയ കേൾവിയിൽ ഒരു ഫിൽട്ടർ കിടപ്പുണ്ട്. ഞാൻ ഇതൊക്കെ പറയാൻ കാര്യം, ഇന്ന് ചിലരുടെ സ്പിരിച്വൽ ഫിൽറ്ററിനെ ദൈവം എടുത്ത് അകറ്റുന്ന ഒരു ഭയങ്കര ശുശ്രൂഷ യേശുവിന്റെ നാമത്തിൽ ഇവിടെ നടക്കുകയാണ്. And sluggish, even slothful in achieving spiritual insight. Can you just project that please, if you don't mind? For concerning this, we have much to say. നിങ്ങൾക്ക് പല കാര്യങ്ങൾ പറയാനുണ്ട്, which is hard to explain. പറഞ്ഞു ഫലിപ്പിക്കാൻ നിങ്ങൾക്ക് വിവരമില്ലെന്നല്ല. നിങ്ങൾക്ക് PhD ഉണ്ട്, ഡോക്ടറേറ്റ് ഉണ്ട്, MTH ഉണ്ട്, MD ഉണ്ട്, വാട്ട് എവർ, തിയോളജിക്കലും അല്ലാത്തതും ക്വാളിഫിക്കേഷൻ ഉണ്ട്, റാഷണൽ യുക്തിപരമായ ബുദ്ധിയുണ്ട്. But there is a problem which is hard to explain. Since you have become dull in your spiritual hearing, നിങ്ങളുടെ ആത്മീയ കേൾവിക്ക് ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ ബാക്കി എന്ത് പറഞ്ഞാലും യു ക്യാൻ അബ്സോർബ് ഇറ്റ്, നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിക്കും. ക്രിട്ടിക്കൽ അനാലിസിസ് എന്തും നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കും. ഒരു പ്രശ്നവുമില്ല, ഒരു ചെറിയ പ്രശ്നം. സ്പിരിച്വൽ ഹിയറിംഗ് ഇറ്റ് ഹാസ് ബിക്കം ഡൾ. ഫിൽട്ടർ ഉണ്ട്. 2, ആൻഡ് സ്ലഗിഷ്, ഈവൻ സ്ലോത്ത്ഫുൾ ഇൻ അച്ചീവിംഗ് സ്പിരിച്വൽ ഇൻസൈറ്റ്. ആത്മീയ ഉൾക്കാഴ്ച പ്രാപിക്കുവാൻ there is a sluggishness, there is a slothfulness. ഒരു ആത്മീയ തലത്തിൽ ഉയർന്നു വരാൻ കഴിയാത്തതുപോലെ ഒരു മടിയുണ്ട്. ഇന്ന് നസ്രയനാകുന്ന യേശുവിന്റെ നാമത്തിൽ ബഥേൽ സഭയിൽ വരുന്ന ഓരോ ദൈവിക വിശ്വാസിയോടും ഞാൻ പറയട്ടെ, അങ്ങനെയുള്ള ചില തലങ്ങളിൽ നിന്നും ആത്മീയ ഇന്ദ്രിയങ്ങളുടെ തഴക്കത്തിനു വേണ്ടി എൻ്റെ ദൈവം ചിലതിൻ്റെ കരം പിടിച്ച് പുറത്തു കൊണ്ടുവരുന്ന ചില അറിവിൻ്റെ പകർച്ചകളല്ല, പകരം ആത്മാവിൻ്റെ ശുശ്രൂഷ യേശുവിന്റെ നാമത്തിൽ ഇവിടെ ആത്മാവിൽ റിലീസ് ചെയ്യുകയാണ്. ചില നിമിഷങ്ങൾ പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ, ഞാൻ ക്രിസ്തയേശുവിൽ ഒരു ശിഷ്യനാകുവാൻ ആഗ്രഹിക്കുന്നു. എനിക്കറിയാം ആ സബ്ജക്ട് കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷേ എങ്കിലും പ്രാർത്ഥിക്കട്ടെ. ചില ജീവിതത്തിൽ ദൈവം അസാധാരണമായി അടുത്തൊരു തലത്തിലേക്ക് ഉയർത്താൻ പോകുകയാണ്. വീണ്ടും ജനനത്തോടെ നിങ്ങൾ ജയാളികളായെന്ന് മാത്രമല്ല, ക്രിസ്തയേശുവിന്റെ രക്തവും യേശുവിന്റെ നാമവും ഉപയോഗിച്ച് പിശാചിനെയും അവന്റെ തന്ത്രങ്ങളെയും ജയിക്കുവാൻ, ശത്രുവിനെയും വൈരിയെയും പരാജയപ്പെടുത്തുവാൻ, തളിക്കപ്പെട്ട രക്തത്തിന്റെ ശക്തി തിരിച്ചറിയുവാൻ ജയാളികളായി ആത്മാവിൽ വളർന്നു എന്ന് മാത്രമല്ല, ട്രയംഫന്റായി ജീവിക്കുവാൻ ക്രിസ്തുവിൽ ആയവർ മാത്രമല്ല, പകരം സിയോനിൽ, ഞാൻ എബ്രായ ലേഖനത്തിൽ നിന്നും ആ വാക്യത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചത്, സിയോനിൽ ആദ്യജാതന്മാരുടെ സംഘത്തിൽ സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടവരുടെ കൂട്ടത്തിൽ വരുവാൻ ഒരു വലിയ പ്രവർത്തിക്കായി എൻ്റെ ദൈവം ചിലതിന് മേൽ ദൈവത്തിന്റെ കരം വയ്ക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചില നിമിഷങ്ങൾ പ്രാർത്ഥിച്ചാട്ട്. യെസ്, ഓഫ് കോഴ്സ്, ആത്മാവിൽ ചില പ്രവർത്തികൾ കർത്താവ് ചെയ്തെടുക്കുകയാണ്. ഒരളവിൽ ഞാൻ പറയട്ടെ, ശരീരത്തിന് ആവശ്യമുള്ള രോഗസൗഖ്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. കാര്യം യേശു പറഞ്ഞയച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കണം. ഇന്ന് ഈ വചനം സംസാരിക്കുമ്പോൾ രോഗത്തെ തൊട്ടില്ലെങ്കിൽ പോലും പറയട്ടെ, ചില രോഗങ്ങൾ ഇതിൻ്റെ അകത്ത് സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ രോഗത്തോട്, ശരീരത്തിലുള്ള വേദനയോട് ഇന്ന് യേശുവിന്റെ ദാസൻ എന്ന പദവിയിൽ ഞാൻ കൽപ്പിക്കുകയാണ്, രോഗത്തിന്റെ വിത്തുകൾ കരിഞ്ഞു മാറട്ടെ. അകത്തിന്റെ അകത്ത് ആത്മാവിന്റെ ചില രൂപാന്തരങ്ങൾ നടക്കുമ്പോൾ, അകത്തിന്റെ അകത്ത് ആത്മാവിന്റെ ചില പ്രവർത്തികൾ നടക്കുമ്പോൾ, ആത്മാവിൽ ചില പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ നടക്കുമ്പോൾ തന്നെ ശരീരത്തിലെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗത്തിന്റെ വിത്തുകൾ കരിഞ്ഞു മാറട്ടെ. രോഗത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. രോഗത്തിന്റെ ശാപശക്തികൾ യേശുവിന്റെ നാമത്തിൽ വെട്ടേറ്റ് നിലംപരിചാകട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗമേ വിട്ടുമാറുക, രോഗമേ വിട്ടുമാറുക, രോഗമേ വിട്ടുമാറുക. കമോൺ കമോൺ കമോൺ. ചില രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഭവനങ്ങളെ വിട്ടുമാറട്ടെ, ശരീരങ്ങളെ വിട്ടുമാറട്ടെ, ചില ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. മന്ത്രവാദത്താലോ, ആഭിചാരത്താലോ, ദേശശക്തിയാലോ, വ്യത്യസ്ത ശക്തികളാൽ, വാക്കുകളാൽ, ഹല്ലേലൂയ, വ്യത്യസ്ത രീതികളിൽ വന്നുപോയ ബന്ധനങ്ങൾ, ബുദ്ധിമോശത്താൽ, കൈമോശത്താൽ ഒക്കെ വന്നുപോയ ബന്ധങ്ങളാൽ വന്ന ബന്ധനങ്ങൾ, വ്യത്യസ്ത രീതിയിലുള്ള ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുവാൻ ഇന്നൊരു പകൽക്കാലം ഞങ്ങൾ ആത്മാവിൽ ഒരു ശുശ്രൂഷ റിലീസ് ചെയ്യുകയാണ്. ഏതിരുവായ്ത്തലുള്ള വാളിനേക്കാളും മൂർച്ചയുള്ള ദൈവവചനമാകുന്ന വാളിനാൽ ഇന്നൊരു ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ ആത്മാവിനെ ജ്വലിപ്പിക്കുന്ന, ആത്മാവിന്റെ പ്രവർത്തികൾ ചെയ്തെടുക്കുന്ന ഒരു ശുശ്രൂഷ മാത്രമല്ല, ഈ തേജസ്സിന്റെ ശുശ്രൂഷയിൽ ചില രോഗികൾ സൗഖ്യമാകും, ചില വ്യക്തികൾ രൂപാന്തരം പ്രാപിക്കും, ചില ബന്ധനങ്ങൾ തകർന്നു മാറും, ചില ജീവിതത്തിൽ ഉയർച്ചകൾ പ്രാപിച്ചിരിക്കും. യേശുവിന്റെ നാമത്തിൽ അതിനായി ആത്മാവിന്റെ ചലനങ്ങൾ ഇതിന്റെ അകത്ത് വ്യക്തമായി, ശക്തമായി വർദ്ധിച്ചു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ചില ദൈവിക പ്രവർത്തികൾക്കായി അന്തരീക്ഷത്തെ ഞങ്ങൾ സഭയായി തുറന്നുവിടുക. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ മറുപടി പ്രാപിക്കുക. ആ പ്രാർത്ഥനയുടെ മറുപടി റിസീവ് ഇറ്റ്. പ്രാർത്ഥിച്ചോ. ചിലരെ കർത്താവ് ശിഷ്യന്മാരായി മാറ്റുവാൻ, ചിലരെ കർത്താവ് ക്രിസ്തുവിൽ ശിഷ്യന്മാരായി മാറ്റുവാൻ പ്രാർത്ഥനയുടെ മറുപടികൾ, ദൈവത്തിന്റെ പദ്ധതികളിലേക്കുള്ള പ്രവേശനങ്ങൾ, വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണങ്ങൾ, വാഗ്ദത്തങ്ങൾ റിലീസാകുന്നത് ആത്മാവിന്റെ ഉൾക്കാഴ്ചകൾ പ്രാപിക്കുന്ന അളവിൽ
തഴക്കത്താൽ അഭ്യസിച്ച ചില ആത്മീയ ഇന്ദ്രിയങ്ങളുള്ള ആത്മീയരായ ചിലർ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. ചില നിമിഷങ്ങൾ കരങ്ങൾ തട്ടി കർത്താവിനെ സ്തുതിച്ചോ. ആത്മാവിൽ ചില പ്രവൃത്തികൾ കർത്താവ് ചെയ്തെടുക്കുകയാണ്. Thank you, Lord. In the mighty name of Jesus. ശത്രുവിന്റെ പദ്ധതികളെ അസ്ഥാനത്തായി പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആത്മാവിൽ ജയാളികളാണ്. Thank you, Lord. Thank you, Lord. Thank you, Lord. കർത്താവേ, പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ അറിയുന്നതും ഞങ്ങൾ അറിയാത്തതും, ശ്രദ്ധിച്ചതും ശ്രദ്ധിക്കാത്തതും, പരസ്യമായി പ്രഖ്യാപിച്ചതും ഒരുപക്ഷെ പരസ്യമായി പ്രഖ്യാപിക്കാത്തതുമായ അനേക ദൈവപ്രവർത്തികൾ, അതിൻ്റെ ആരംഭങ്ങൾ ഒക്കെയും കർത്താവ് ആരംഭിച്ചിരിക്കുകയാൽ സ്തോത്രം. ഞങ്ങളിൽ നല്ലൊരു പ്രവൃത്തി ആരംഭിച്ചവൻ അത് തികയ്ക്കുവോളം ഞങ്ങളിൽ വിശ്വസ്തനായി അങ്ങയുടെ കരം ഞങ്ങൾക്ക് മീതെ ചലിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ ചിലരുടെ ജീവിതത്തിൽ ചില പ്രവൃത്തികൾ കർത്താവ് പൂർത്തീകരിച്ചെങ്കിൽ അടുത്ത ചില പുതിയ ആരംഭങ്ങൾക്കായി അങ്ങയുടെ കരം ഞങ്ങളുടെ മേൽ ശക്തമായി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസൻ എന്ന പദവിയിൽ അങ്ങയുടെ ജനത്തെ എന്ന് വീണ്ടും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.